ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ദോശയാണ്. എല്ലാവരുടെ വീട്ടിലും മാവ് അധികം വരുമ്പോൾ പുളിച്ചു പോവല്ലോ, അരിമാവ് ദോശമാവൊക്കെ. അപ്പോൾ അതിന് റവ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് റവ ദോശ. റവ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിന് വേണ്ടിയ ചേർവകൾ, റവ ദോശയ്ക്ക് വേണ്ടിയ ചേർവകളാണ് ചിരവിയ തേങ്ങയും സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. എന്നിട്ട് വഴറ്റാൻ വേണ്ടി പാൻ നമ്മൾ ചൂടാക്കിയതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയിട്ട് നല്ലതുപോലെ വഴണ്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടണം. കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ. 1 ഗ്ലാസ് മാവ് അധികം ഉണ്ടായിരുന്നു. അതിനൊരു 1/4 ഗ്ലാസ് റവയാണ് ചേർത്തേക്കുന്നത്, പച്ചവെള്ളത്തിൽ റവ കുതിർത്ത് വെച്ചത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടി കൊടുത്ത് ചെറിയതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊരു 10 സെക്കൻഡ്സ് മതിയാവും. ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണമാണ് വരുന്നത്. ഈ റവ ദോശ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെൽത്തി ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മാവ് കുറച്ചേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് ചെയ്യാം. ഒരു ടേസ്റ്റി ആയിട്ട് ഇതിന് ചമ്മന്തി വേണമെന്നില്ല, ഒന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് ദോശ കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള വഴണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതൊരു ടിപ്സാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സവാള വഴണ്ടതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഉപയോഗിച്ച മാവാണേ, ദോശമാവ്. അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. സവാളയിൽ ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് സവാള വഴണ്ട് കിട്ടും. അതിലേക്ക് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചെറിയതായിട്ടൊന്ന് മൂത്താൽ മതി. ഒരുപാട് കരിഞ്ഞങ്ങോട്ട് പോകരുത്. ഒരുപാട് ബ്രൗണിഷ് കളർ അങ്ങനെയൊന്നും ആകേണ്ട കാര്യമില്ല. ലൈറ്റായിട്ട് ആ തേങ്ങയുടെ ഒരു വെള്ളമയമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന പോലെ അളവിന് ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാവർക്കും മല്ലിയില ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. ഇല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തിട്ടില്ല. മല്ലിയിലയും കൂടെ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മാവിലേക്ക് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ച റവ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വഴറ്റിയ ചേർവകളെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ്സ് വെക്കണം. ഈ പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് മൂത്ത് പോകാതെ. ഉപ്പിനി ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഉപ്പ് കുറവുള്ളവർക്കും ഉപ്പ് വേണ്ടിയവർക്കും അതനുസരിച്ച്
ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ദോശ ചുടാൻ റെഡി ആയിട്ടുണ്ട് മാവ്. റവ ദോശയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള പാനും ചൂടായി, എണ്ണയും ചൂടായി. എണ്ണ ഞാൻ ഒഴിച്ചേക്കുന്ന നല്ലെണ്ണയാണ് കേട്ടോ. റവ ദോശയ്ക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ്. മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ പരത്തിയൊന്നും വലിയ ഫോഴ്സ് കൊടുത്തൊന്നും പരത്തൊന്നും വേണ്ട. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ലേശം ഒന്ന് പരത്തി, ഒരുപാട് അമർത്തി പരത്താതെ നല്ല മയത്തിൽ കൂടെ പരത്തി വട്ടത്തിലെടുക്കാം. നല്ലതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. ചമ്മന്തിയൊന്നും വേണ്ട, ഇതന്നെ മതിയാകും കഴിക്കാൻ. കുട്ടികൾക്കാണെങ്കിൽ അല്പം പഞ്ചസാരയും വെച്ച് കഴിച്ചാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റവ ദോശ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം അഭിപ്രായങ്ങളെല്ലാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഫോളോയിങ് വാച്ചിങ്. ബൈ.